വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBSന്റെ വലിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ജൂലൈ 12-ാം തീയതി, അതായത് നാളെ നമ്മുടെ റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ LBS ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മുടെ കറക്ഷൻ ടൈം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതായത് കറക്ഷൻ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് 29,000 കുട്ടികൾ വരെ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്നത് കണ്ടതുകൊണ്ടാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പല കുട്ടികളും നമ്മുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കൺഫർമേഷൻ കൊടുക്കാതെ ഒന്നുകിൽ മറന്നു പോയതാകാം, അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ കാരണം ഉണ്ടായ ആ ഒരു മിസ്റ്റേക്കിനെ പിന്നെയും തിരുത്താൻ വേണ്ടിയിട്ടുള്ള കറക്ഷൻ ടൈമാണ് നമ്മുടെ LBS ഇപ്പോൾ കൂട്ടി തന്നിട്ടുള്ളത്. ജൂലൈ 14 വരെയാണ് നിങ്ങളുടെ കറക്ഷൻ ടൈം വരുന്നത്. അതിനർത്ഥം നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇനിയും വൈകും എന്നുള്ളത് തന്നെയാണ്. ഇനിയും റിമാർക്സ് എല്ലാം തന്നെ ക്ലിയർ ആണോ എന്ന് നോക്കാത്ത കുട്ടികൾ അത് നോക്കി കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കൊടുക്കുക. ഇത് ചെയ്യാത്ത പക്ഷം LBS ഇനി റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻസ്. ഈ സമയം കൊണ്ട് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ മാർക്കും റീവാലുവേഷൻ മാർക്കും വരാത്ത കുട്ടികൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതിന്റെ മാർക്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഡയറക്റ്റ് പ്രിന്റ് ഔട്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യരുത്. ഈ പ്രിന്റ് ഔട്ടുമായിട്ട് നിങ്ങളുടെ പ്രിൻസിപ്പൽ, അതായത് നിങ്ങൾ ഏത് സ്കൂളാണോ പഠിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പലിന്റെ അറ്റസ്റ്റേഷൻ വാങ്ങിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ റിവാലുവേഷന്റെ മാർക്ക് ലിസ്റ്റും അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അതും റിജക്റ്റ് ആയി പോകുന്നതായിരിക്കും. ഇതും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജൂലൈ 14 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് കറക്ഷൻ ടൈമിൻ്റെത്. അതിനു മുന്നേ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ചെയ്യുക. കൺഫേം കൊടുക്കാത്തവരെല്ലാവരും അത് കൺഫേം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടതാണ്. കറക്ഷൻ ടൈം ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ, അതായത് 29,000 ഉള്ള കുട്ടികൾ വെരിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഏതൊക്കെ കുട്ടികളാണ് എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് LBSകാർ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഇതെല്ലാം ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ LBS അപ്ഡേറ്റിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.